ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ റഷ്യ ബന്ധം വരും വർഷങ്ങളിൽ കൂടുതൽ ശക്തിപ്പെടുമെന്ന് പ്രധാനമന്ത്രി. PSC അംഗത്വവുമായി ബന്ധപ്പെട്ട പരാതികളിൽ ഗൌരവമായ അന്വേഷണം നടത്താൻ സർക്കാർ സന്നദ്ധമാണെന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ. നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ കെയർ ഹോമിൽ കോളറ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ നിർദ്ദേശം നൽകി ആരോഗ്യമന്ത്രി വീണ ജോർജ്. BJP വിശാല നേതൃയോഗത്തിന്റെ സമാപന സമ്മേളനം പാർട്ടി ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. BJP പ്രവർത്തകരുടെ ആത്മസമർപ്പണമാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ വിജയത്തിന് കാരണമെന്ന് JP നഡ്ഡ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റൺ വെള്ളിയാഴ്ച ആരംഭിക്കും. യൂറോ കപ്പ് സെമിയിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഫ്രാൻസിനെ നേരിടും. കോപ്പ അമേരിക്ക ഫുട്ബോളിൽ നാളെ അർജന്റീന കാനഡ പോരാട്ടം. വാർത്തകൾ വിശദമായി. ഇന്ത്യ റഷ്യ ബന്ധം വരും വർഷങ്ങളിൽ കൂടുതൽ ശക്തിപ്പെടുമെന്ന ആത്മവിശ്വാസം പങ്കുവച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇരു നേതാക്കളും 17 തവണ കൂടിക്കാഴ്ച നടത്തിയത് ഇന്ത്യയ്ക്കും റഷ്യയ്ക്കുമിടയിലെ ബന്ധത്തിന്റെ ആഴത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഭീകരവാദം ഇരു രാജ്യങ്ങളും നേരിടുന്ന വെല്ലുവിളിയാണെന്ന് ചൂണ്ടിക്കാട്ടിയ ശ്രീ മോദി എല്ലാത്തരം ഭീകര പ്രവർത്തനങ്ങളെയും അപലപിക്കുന്നതായും പറഞ്ഞു. ഇന്ധന ലഭ്യതയുമായി ബന്ധപ്പെട്ട വെല്ലുവിളികളിൽ റഷ്യൻ പിന്തുണ ഇന്ത്യയ്ക്ക് സഹായകരമായതായും അദ്ദേഹം വ്യക്തമാക്കി. ദ്വിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി റഷ്യയിലെത്തിയ പ്രധാനമന്ത്രി മോസ്കോയിലെ ഇന്ത്യൻ സമൂഹത്തെയും ഇന്ന് അഭിസംബോധന ചെയ്തു. 22ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിക്കും ശ്രീ നരേന്ദ്രമോദിയും വ്ളാഡിമിർ പുടിനും ചേർന്ന് അധ്യക്ഷത വഹിക്കും. പ്രതിരോധം, വ്യാപാരം, നിക്ഷേപം, ഊർജ്ജ സഹകരണം തുടങ്ങി വിവിധ വിഷയങ്ങൾ ഉച്ചകോടി ചർച്ച ചെയ്യും. തുടർന്ന് ഓസ്ട്രിയയിലേക്ക് തിരിക്കുന്ന പ്രധാനമന്ത്രി ഓസ്ട്രിയൻ ചാൻസലറുമായി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്തെ കാർഷിക പ്രതിസന്ധി സംബന്ധിച്ച ഉപക്ഷേപത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. സംസ്ഥാനത്ത് ഉഷ്ണതരംഗത്തിലും അതിതീവ്ര മഴയിലും കൃഷിനാശം സംഭവിച്ചതുമൂലം കർഷകർ നേരിടുന്ന പ്രതിസന്ധി സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തുനിന്ന് കുറുക്കോളി മൊയ്തീനാണ് ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിയത്. കൃഷിനാശത്തിന് ഇരയാകുന്ന കർഷകർക്ക് കൃത്യമായ നഷ്ടപരിഹാരം സർക്കാർ നൽകുന്നില്ല എന്ന് പ്രതിപക്ഷം ആരോപിച്ചു. കാലാവസ്ഥാ വ്യതിയാനം പരിഗണിക്കുന്ന വിധത്തിൽ നയപരമായ മാറ്റം ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ആഗോളതാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ കാർഷിക മേഖല നേരിടുന്ന പ്രതിസന്ധിയെ സർക്കാർ ഗൌരവമായാണ് കാണുന്നതെന്ന് മന്ത്രി P പ്രസാദ് മറുപടി നൽകി. കർഷകരെ സഹായിക്കുന്ന നിലപാടാണ് സർക്കാരിന്റേതെന്നും അദ്ദേഹം പറഞ്ഞു. PSC അംഗത്വവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന പരാതികളെക്കുറിച്ച് ഗൌരവമായ അന്വേഷണം നടത്താൻ സർക്കാർ സന്നദ്ധമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒരു തരത്തിലുള്ള വഴിവിട്ട നടപടികളും അംഗീകരിക്കില്ലെന്നും നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ സബ്മിഷന് മറുപടിയായി മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഭരണഘടനാ സ്ഥാപനമായ PSCയെ ഇതിന്റെ ഭാഗമായി കരിവാരിത്തേക്കാൻ ശ്രമിക്കരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. PSC അംഗമായി നിയമനം വാഗ്ദാനം ചെയ്ത CPM കോഴിക്കോട് ടൌൺ ഏരിയ കമ്മിറ്റി അംഗം കോഴിക്കോട് സ്വദേശിനിയായ ഡോക്ടറിൽ നിന്ന് 22 ലക്ഷം കൈപ്പറ്റിയെന്ന ആരോപണത്തെക്കുറിച്ചായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ സബ്മിഷൻ. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ കെയർ ഹോമിൽ കോളറ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താനായി വെള്ളം ഉൾപ്പെടെയുള്ള സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. രോഗലക്ഷണങ്ങൾ കാണുന്നവരുടെ സാമ്പിളുകൾ എത്രയും വേഗം പരിശോധനയ്ക്ക് അയക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. കൂടുതൽ രോഗികൾ എത്തുന്നുണ്ടെങ്കിൽ ഐരാണിമുട്ടത്തെ ഐസൊലേഷൻ വാർഡിൽ പ്രവേശിപ്പിച്ച് വിദഗ്ധ പരിചരണം ഉറപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു. കെയർ ഹോമിലുള്ള ചിലർ വീടുകളിൽ പോയതിനാൽ അവരെ കണ്ടെത്തി നിരീക്ഷിക്കും. സ്ഥാപനത്തിന്റെ തന്നെ സ്കൂളിലെ ചില കുട്ടികൾക്ക് കോളറ ലക്ഷണങ്ങൾ കണ്ടതിനാൽ അവർക്ക് വിദഗ്ധ പരിചരണം ഉറപ്പാക്കിയതായും മന്ത്രി അറിയിച്ചു. പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും ആത്മസമർപ്പണത്തോടെ BJP പ്രവർത്തകർ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ 3ാം വട്ടവും വിജയിക്കാൻ കാരണമായതെന്ന് പാർട്ടി ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ. BJP വിശാല നേതൃയോഗത്തിന്റെ സമാപന സമ്മേളനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് ആദ്യമായി ഒരു പ്രതിനിധിയെ വിജയിപ്പിക്കാൻ സാധിച്ചതിൽ സംസ്ഥാനത്തെ BJP പ്രവർത്തകരെ അദ്ദേഹം അനുമോദിച്ചു. കേരള നിയമസഭയിലും തദ്ദേശ തിരഞ്ഞെടുപ്പിലും BJPക്ക് കൂടുതൽ സീറ്റുകൾ ലഭിക്കുമെന്ന ആത്മവിശ്വാസവും ശ്രീ നഡ്ഡ പങ്കുവച്ചു.
മൂന്നാം വട്ടവും ഭരണത്തിൽ വന്നതോടെ രാജ്യത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് സുസ്ഥിരത കൊണ്ടുവരാൻ നരേന്ദ്രമോദി സർക്കാരിന് സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ, മുൻ മന്ത്രി വി മുരളീധരൻ, മുതിർന്ന നേതാക്കളായ ഒ രാജഗോപാൽ, കുമ്മനം രാജശേഖരൻ, ശോഭാ സുരേന്ദ്രൻ തുടങ്ങിയവർ സമ്മേളനത്തിൽ സന്നിഹിതരായി. സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെ 2500-ലേറെ പ്രവർത്തകരും വിശാല നേതൃയോഗത്തിൽ പങ്കെടുത്തു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റൺ വെള്ളിയാഴ്ച ആരംഭിക്കുമെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ. രാവിലെ 10-ന് തുറമുഖത്ത് നടക്കുന്ന ചടങ്ങിൽ ആദ്യ കണ്ടെയ്നർ കപ്പൽ സാൻ ഫെർണാണ്ടോയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിക്കും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ ചടങ്ങിൽ മുഖ്യാതിഥിയാകും. സാൻ ഫെർണാണ്ടോയ്ക്ക് തുടർച്ചയായി മറ്റ് വാണിജ്യ കപ്പലുകളും കണ്ടെയ്നർ കപ്പലുകളും വിഴിഞ്ഞത്ത് എത്തിച്ചേരും. ഇന്ത്യയിലെ ആദ്യ സെമി ഓട്ടോമേറ്റഡ് തുറമുഖമായ വിഴിഞ്ഞം സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ കമ്മീഷൻ ചെയ്യുമെന്നും ശ്രീ വി എൻ വാസവൻ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ഓഗസ്റ്റ് 10-ന് ആലപ്പുഴ പുന്നമട കായലിൽ നടക്കുന്ന 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം സിനിമാ താരം കുഞ്ചാക്കോ ബോബൻ പ്രകാശനം ചെയ്തു. കളിവള്ളം തുഴയുന്ന നീല പൊന്മാനാണ് ജലമേളയുടെ ഭാഗ്യചിഹ്നം. 212 എൻട്രികളിൽ നിന്നുമാണ് പത്തനംതിട്ട റാന്നി സ്വദേശി കെ വി ബിജിമോൾ തയ്യാറാക്കിയ ഭാഗ്യചിഹ്നം തിരഞ്ഞെടുത്തത്. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷാ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ CTCRIയുടെ നേട്ടങ്ങൾ നിശബ്ദ വിപ്ലവം സൃഷ്ടിച്ചതായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. തിരുവനന്തപുരത്ത് കേന്ദ്ര കിഴങ്ങുവർഗ്ഗ വിള ഗവേഷണ കേന്ദ്രത്തിന്റെ 61ാം സ്ഥാപക ദിനാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മികച്ച പ്രകടനം നടത്തിയ CTCRI ശാസ്ത്രജ്ഞരെയും ഉദ്യോഗസ്ഥരെയും ചടങ്ങിൽ ആദരിച്ചു. നിയമസഭയിലേക്ക് KSU നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ലാത്തിചാർജിൽ പരിക്കേറ്റ KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രതിഷേധത്തിനിടെ KSU പ്രവർത്തകർ പോലീസിന് നേരെ കല്ലെറിയുകയും തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്യുകയായിരുന്നു. പ്രതിഷേധം വീണ്ടും രൂക്ഷമായതോടെയാണ് പോലീസ് ലാത്തിചാർജ് നടത്തിയത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിയമസഭാ മാർച്ച് ഉദ്ഘാടനം ചെയ്തതിന് തൊട്ടു പിന്നാലെയായിരുന്നു സംഘർഷം. രാജ്യത്തെ ആദ്യ അന്താരാഷ്ട്ര ജൻ AI കോൺക്ലേവിന് കൊച്ചിയിൽ മറ്റന്നാൾ തുടക്കമാകും. 2 ദിവസം നീണ്ടുനിൽക്കുന്ന കോൺക്ലേവിൽ ആരോഗ്യം, ഗതാഗതം, കാർഷിക രംഗം, ആശയവിനിമയം തുടങ്ങി വിവിധ മേഖലകളിൽ AI സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ അവലോകനം ചെയ്യും. IBMുമായി സഹകരിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ അതിഥി മന്ദിരങ്ങളിൽ 28.5 കോടി രൂപയോളം വരുന്ന അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾക്ക് സംസ്ഥാന സർക്കാർ അനുമതി നൽകി. പൊന്മുടി ഗസ്റ്റ് ഹൌസിലെ അന്തിമഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ, കോഴിക്കോട് ദേവികുളം യാത്രീ നിവാസ് നവീകരണം തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. കോപ്പ അമേരിക്ക ഫുട്ബോൾ സെമി ഫൈനലിൽ അർജന്റീന നാളെ കാനഡയെ നേരിടും. ന്യൂജേഴ്സിയിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാവിലെ 5:30-നാണ് മത്സരം. മറ്റന്നാളാണ് യുറേഗ്വേ കൊളംബിയ രണ്ടാം സെമി. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. കോപ്പ അമേരിക്ക ഫുട്ബോളിൽ നാളെ രാവിലത്തെ ഒന്നാം സെമിയിൽ അർജന്റീനയും കാനഡയും നേർക്കുനേർ വരുമ്പോൾ വ്യക്തമായ മേൽക്കൈ ലോക ചാമ്പ്യന്മാർക്കുണ്ടെങ്കിലും മികച്ച ഫുട്ബോളിലൂടെ ശക്തമായ ബലപരീക്ഷണം നടത്തുമെന്ന് കാനഡ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഇക്വഡോറിനെതിരെയുള്ള ക്വാർട്ടർ പോരാട്ടത്തിൽ അർജന്റീന ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. മെസ്സി അടക്കമുള്ള എണ്ണം പറഞ്ഞ താരങ്ങൾ നിഴലായി മാറുകയായിരുന്നു. കാനഡയാകട്ടെ തെക്കേ അമേരിക്കയിലെ കരുത്തരായ വെനീസുലയെ പെനാൽറ്റിയിൽ മറികടന്നാണ് അവസാന 4-ലെത്തിയത്. കോപ്പ അമേരിക്കയിലെ ഏറ്റവും വാശിയേറിയ മത്സരങ്ങളിലൊന്നായിരിക്കും കൊളംബിയ ഉറുഗ്വേ രണ്ടാം സെമിഫൈനൽ പോരാട്ടം. പാനമയെ ഗോൾ മഴയിൽ മുക്കി മുന്നേറിയ കൊളംബിയ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച സ്ക്വാഡാണ്. സൂപ്പർ താരം റോഡ്രിഗസും മിന്നും ഫോമിലാണ്. ബ്രസീലിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ മറികടന്ന ഉറുഗ്വേയും ഫോം കണ്ടെത്തിക്കഴിഞ്ഞു. യൂറോ കപ്പ് ഫുട്ബോളിലെ ആദ്യ ഫൈനലിസ്റ്റുകളെ ഇന്നറിയാം. രാത്രി 12:30-ന് നടക്കുന്ന ആദ്യ സെമിയിൽ സ്പെയിൻ ഫ്രാൻസിനെ നേരിടും. നാളെ രാത്രി നടക്കുന്ന രണ്ടാം സെമിയിൽ നെതർലൻഡ്സ് ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ന് നടക്കുന്ന മൂന്നാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിൽ രാത്രി 7 മണിക്കാണ് മത്സരം. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ശനിയാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. വടക്കൻ കേരളത്തിലും കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിലും മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. കേരള, തമിഴ്നാട് തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 391 പോയിന്റ് നേട്ടത്തിൽ 80,352-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 113 പോയിന്റ് നേട്ടത്തിൽ 24,433-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 35 രൂപ കുറഞ്ഞ് 6,710 രൂപയും പവന് 280 രൂപ കുറഞ്ഞ് 53,680 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ റഷ്യ ബന്ധം വരും വർഷങ്ങളിൽ കൂടുതൽ ശക്തിപ്പെടുമെന്ന് പ്രധാനമന്ത്രി.
PSC അംഗത്വവുമായി ബന്ധപ്പെട്ട പരാതികളിൽ ഗൌരവമായ അന്വേഷണം നടത്താൻ സർക്കാർ സന്നദ്ധമാണെന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ. നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ കെയർ ഹോമിൽ കോളറ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ നിർദ്ദേശം നൽകി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ബിജെപി വിശാല നേതൃയോഗത്തിന്റെ സമാപന സമ്മേളനം പാർട്ടി ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. ബിജെപി പ്രവർത്തകരുടെ ആത്മസമർപ്പണമാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ വിജയത്തിന് കാരണമെന്ന് ജെ പി നഡ്ഡ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റൺ വെള്ളിയാഴ്ച ആരംഭിക്കും. യൂറോ കപ്പ് സെമിയിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഫ്രാൻസിനെ നേരിടും. കോപ്പ അമേരിക്ക ഫുട്ബോളിൽ നാളെ അർജന്റീന കാനഡ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.